അങ്ങനെ കുറേ മാസത്തെ പ്ലാനിങ്ങിന് ശേഷം ഫൈനലി നമ്മൾ നാട്ടിൽ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന പെട്ടിയൊക്കെ ഒന്നെടുത്ത് പൊടി തട്ടിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ പെട്ടിയൊക്കെ ഉരുട്ടി പുറത്തെടുത്ത് നോക്കുമ്പോഴാണ് അതിനകത്ത് ഒരു ലോഡ് സാധനമുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യലായിരുന്നു അടുത്ത പണി. വേഗം ഞാൻ പിന്നെ അതിനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. പെട്ടിയൊക്കെ കാലിയാക്കി. ആദ്യം തന്നെ റിച്ചൂട്ടൻ്റെ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതാണല്ലോ കൂടുതൽ വേണ്ടത്, പിന്നെ മറക്കാനും പാടില്ല. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെയും കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തു. ഞാൻ സാധാരണ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സിപ്ലോ കവറിലിട്ടിട്ടാണ് പാക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ എടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. അല്ലെങ്കിൽ നാട്ടിലെത്തുന്ന സമയത്ത് മൊത്തത്തിൽ അങ്ങനെ ചിന്നി ചെതറി കിടക്കുന്നുണ്ടാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ഓരോന്നായിട്ട് എല്ലാം പെട്ടിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുമായിരുന്നു. റിച്ചൂട്ടനുണ്ടായിരുന്നു കൂടെ. പുറത്താണെങ്കിൽ നല്ല മഴയായിരുന്നു. മഴ തോന്നുമ്പോൾ പിന്നെ ഞാൻ റിച്ചൂട്ടനും കൂടെ പുറത്തിറങ്ങി അവിടേക്ക് ഒന്ന് കുറച്ചു നേരം കളിച്ചു. ഇവിടെ കാമ്പിയിൽ മഴ തുടങ്ങുന്നതേ ഉള്ളൂ. മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ആകെപ്പാടെ പുറത്ത് മൊത്തം ചെളിയായിരുന്നു. ഞങ്ങൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ചെടിക്കൊക്കെ മണ്ണൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് പിന്നെ അവിടെ പുറത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന തക്ക നോക്കി റിച്ചൂട്ടൻ ഇതും മുതലെടുത്ത് ഫുള്ള് വെള്ളത്തിൽ കളിയായിരുന്നു. ഞങ്ങളുടെ പണിയൊക്കെ കഴിയുമ്പോഴത്തേനും റിച്ചൂട്ടൻ ആകെപ്പാടെ മൊത്തം വെള്ളത്തിൽ കുളിച്ച് നിൽക്കുകയായിരുന്നു. ഞാൻ പിന്നെ അവനെ പുറത്തുനിന്ന് തന്നെ എടുത്ത് കുളിപ്പിച്ച് കയറ്റി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. ഓക്കേ, ബൈ.